എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡ്രീമിംഗ് മിറേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷേ ഇന്നലെ ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. T20 സ്ക്വാഡും ODI സ്ക്വാഡും പ്രഖ്യാപിച്ചു. അപ്പം ആ സ്ക്വാഡ് കണ്ടു കഴിഞ്ഞപ്പം ചില കാര്യങ്ങൾ പറയണം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം വളരെ പെട്ടെന്ന് ഈ രണ്ട് സ്ക്വാഡുകളിലേക്കൊന്ന് പോയിട്ട് വരാം. ആദ്യം T20 സ്ക്വാഡാണ്. അപ്പോൾ അതിൽ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവ്. ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാവുമെന്നാണ്. പക്ഷേ ഹർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, വൈസ് ക്യാപ്റ്റൻസിയും ഹർദിക് പാണ്ഡ്യയ്ക്ക് കൊടുത്തിട്ടില്ല. സൂര്യകുമാർ യാദവ് T20യിൽ ഇന്ത്യയെ നയിക്കും. ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ. അതൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. പിന്നീട് ടീമിലുള്ളവർ ജയ്സ്വാൾ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഹർദിക് പാണ്ഡ്യ, ശിവം ദൂബെ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, അർഷദീപ്, ഖലീൽ അഹമ്മദ്, മുഹമ്മദ് സിറാജ്. ഇനി ODI ടീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. അത് വീണ്ടും ഒന്നുകൂടി നോട്ട് ചെയ്യുക, വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ല്. വളരെ സർപ്രൈസിംഗ് ആയിട്ട് കോഹ്ലി മടങ്ങിയെത്തിയിട്ടുണ്ട്. അതേപോലെ KL രാഹുൽ, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, ശിവം ദൂബെ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, വാഷിംഗ്ടൺ സുന്ദർ, അർഷദീപ്, റിയാൻ പരാഗ്, അക്സർ പട്ടേൽ, ഖലീൽ അഹമ്മദ്, അർഷിത് റാണ. ഇതാണ് ODIക്കുള്ള സ്ക്വാഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ ഈ രണ്ട് സ്ക്വാഡുകളും പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണിത്. പക്ഷേ സ്ക്വാഡ് വന്നു കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം നിരാശയായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഹർദിക് പാണ്ഡ്യ T20യിൽ ക്യാപ്റ്റനാവും എന്നുള്ളത്. അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി കൊടുക്കുന്നു. ഓക്കെ, സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി കൊടുത്തു. എന്നാൽ വൈസ് ക്യാപ്റ്റൻസി കൊടുക്കുന്നതായിരിക്കാം ശുഭ്മാൻ ഗില്ലിനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഹർദിക് പാണ്ഡ്യയ്ക്ക് വൈസ് ക്യാപ്റ്റൻസി കൊടുത്തില്ല? അതവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ T20 സ്ക്വാഡിൽ റിയാൻ പരാഗ്, ശിവം ദുബെ, ഇവർക്ക് രണ്ട് പേർക്കും T20യിൽ മാത്രമല്ല ODI സ്ക്വാഡിലും അവസരം കൊടുത്തിട്ടുണ്ട്. ശിവം ദുബെ നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ, അതായത് T20 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ത്രൂ ഔട്ട് അവസരം കൊടുത്തിരുന്നു. വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടും അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യാതെ അദ്ദേഹത്തെ ടീമിനൊപ്പം തന്നെ ക്യാരി ചെയ്തിരുന്നു. എന്നിട്ട് ശിവം ദുബെക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ഇന്ത്യക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ചത്? ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു CSK ഫാനാണ്. ഈ CSKയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരിൽ ഒരാളാണ് ശിവം ദുബെ. പക്ഷേ നിരവധി അവസരങ്ങൾ അദ്ദേഹത്തിന് തുടർച്ചയായി കൊടുത്തിട്ടും അദ്ദേഹത്തിന് ആ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ശിവം ദുബെ. പക്ഷേ ആ ടാലൻറ്റ് അതിൻ്റെ മികവിലേക്ക് എത്തിക്കാനോ അത് പ്രദർശിപ്പിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് T20യിലും ODIയിലും ശിവം ദുബെക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നത്? അതേപോലെ തന്നെയാണ് റിയാൻ പരാഗിൻ്റെ കാര്യവും. ഇവർ രണ്ടുപേരും ടീമിലെടുക്കുന്നത് ഒരു പ്രശ്നമല്ല, പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവരെ പറ്റിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ പറയാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിംബാബ്വെക്കെതിരായിട്ടുള്ള ഈ T20 പരമ്പരയിൽ 47 ബോളിൽ സെഞ്ചുറി അടിച്ച അഭിഷേക് ശർമ്മ, അദ്ദേഹത്തെയും ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അഭിഷേക് ശർമ്മ ഒരു കളിയിലൊക്കെ സെഞ്ചുറി അടിച്ചു, പക്ഷെ മറ്റ് കളികളിൽ അദ്ദേഹത്തിന് ആ തരത്തിലുള്ളൊരു പെർഫോമൻസിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഓക്കെ, സമ്മതിക്കുന്നു. പിന്നെ എക്സ്പീരിയൻസ്. അഭിഷേക് ശർമ്മ വളരെ ചെറുപ്പമാണ് ഇപ്പോൾ ടീമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ അവസരങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. പോലെ തന്നെ ബാക്കിയുള്ളവരെ വെച്ച് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്തി എന്നിരിക്കട്ടെ, അപ്പോഴും എടുത്തു പറയേണ്ട ഒരു പേര് ഋതുരാജ് ഗെയ്ക്വാദിൻ്റേതാണ്. യഥാർത്ഥത്തിൽ ശുഭ്മാൻ ഗില്ല് ഇപ്പോൾ കൈയാളുന്ന ഈ സ്ഥാനം എന്ന് പറയുന്നത് ഋതുരാജ് ഗെയ്ക്വാദിന് അവകാശപ്പെട്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്താനുള്ള ഇതേ രണ്ട് കാരണങ്ങൾ തന്നെ ശുഭ്മാൻ ഗില്ലിന് ബാധകമല്ലേ? അതായത് T20 അവരുടെ കരിയറിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുഭ്മാൻ ഗില്ലിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ഋതുരാജ് ഗെയ്ക്വാദിന് തന്നെയാണ്. മാത്രമല്ല, കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വളരെ കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന ചുരുക്കം ചില പ്ലെയേഴ്സിൽ ഒരാളാണ് ഋതുരാജ് ഗെയ്ക്വാദ്. എന്നിട്ട് എന്തുകൊണ്ട് ഋതുരാജ് ഗെയ്ക്വാദിനെ ടീമിലെടുക്കാതെ ശുഭ്മാൻ ഗില്ലിനെ ടീമിലെടുക്കുകയും വൈസ് ക്യാപ്റ്റൻസി കൊടുക്കുകയും ചെയ്തു? നമുക്കറിയാം, ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻസി ചെയ്യുന്നതും വൈസ് ക്യാപ്റ്റൻസി ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. അപ്പം അദ്ദേഹത്തെ പോലൊരു പ്ലെയറെ മാറ്റിക്കൊണ്ട് വേറൊരു പ്ലെയറെ അവിടെ നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ആ പ്ലെയറിനായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കി അവരെ സ്റ്റാറ്റ്സ് എങ്കിലും എടുത്ത് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം BCCIക്ക് ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സഞ്ജു സാംസൻ്റെ കാര്യവും. ആ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം.
അപ്പം അതിനു മുമ്പ് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെയും ഗില്ലിൻ്റെയും T20 സ്റ്റാറ്റ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് 22 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 20 ഇന്നിങ്സ് മാത്രമേ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളൂ. ആ 20 ഇന്നിങ്സുകളിൽ നിന്നായിട്ട് 633 റണ്ണുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോർ എന്ന് പറയുന്നത് 123 ഇത് നേടിയിരിക്കുന്നത് 39.56 ശരാശരിയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 143.53, ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ട്, 4 50s നേടിയിട്ടുണ്ട്. ടോട്ടലി 65 ഫോറുകളും 24 സിക്സുകളും ഋതുരാജിൻ്റെ ബാറ്റിൽ നിന്ന് പറന്നിട്ടുണ്ട്. അതേസമയം ഗില്ലിൻ്റെ സ്റ്റാറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 19 മാച്ചാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ 19 ഇന്നിങ്സിലും അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ 19 ഇന്നിങ്സുകളിൽ നിന്നായിട്ട് 505 റൺസ് മാത്രമാണ് ഗില്ലിൻ്റെ. അതൊരു കുറഞ്ഞ റൺസായിട്ട് പറയല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി, അതായത് ഋതുരാജ് ഗെയ്ക്വാദുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇദ്ദേഹം 19 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്, ഋതു 20 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്, അതും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള റൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഋതു 633 റൺ എടുക്കുമ്പോൾ ഗില്ല് 19 ഇന്നിങ്സിൽ നിന്ന് 505 റൺസേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഹൈ സ്കോർ 126 ഗില്ലിൻ്റെ, ആവറേജ് 29.70, സ്ട്രൈക്ക് റേറ്റ് 139.50, ഒരു സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട്, 3 50s അദ്ദേഹം നേടിയിട്ടുണ്ട്, 51 ഫോറുകളും 21 സിക്സുകളുമാണ് ഗില്ലിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും ആരെയാണ് ടീമിൽ എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു കൊച്ചു കുട്ടിയുടെ ഒരു പക്വത പോലും BCCI ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. T20 റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്താണ് ഋതുരാജ് ഗെയ്ക്വാദ്, 37ാം സ്ഥാനത്താണ് ശുഭ്മാൻ ഗില്ല്. അപ്പോൾ അവിടെയും വലിയൊരു റാങ്കിങ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. T20 ലോക ബാറ്റ്സ്മാൻമാരിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ഋതുരാജ് ഗെയ്ക്വാദിനെ പോലെ പ്ലെയറെ ടീമിലേക്ക് എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് BCCI പറയേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഋതുരാജ് ഗെയ്ക്വാദ് ഈ അടുത്തിടയ്ക്ക് മാത്രമല്ല, അതിന് മുമ്പേ തുടങ്ങിയതാണ് ഈ അവഗണന എന്ന് പറയുന്നത്. അതായത് ഇപ്പം സിംബാബ്വേക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പം അതിൽ ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ക്യാപ്റ്റൻസി കൊണ്ടുപോയി കൊടുത്തത് ഗില്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനാണ് ക്യാപ്റ്റൻസി ഗില്ലിന് കൊടുത്തത്? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ക്യാപ്റ്റൻസി ഗില്ലിനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മോശമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ടീമിൽ തുടരാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ക്യാപ്റ്റൻസി കൊടുത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ശുഭ്മാൻ ഗിൽ ഈ ഈ ക്യാപ്റ്റൻസി കൊടുത്തിട്ട് ആ ക്യാപ്റ്റൻ്റെ മികവ് കാണിച്ചോ എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഋതുരാജ് ഗെയ്ക്വാദും ഒരു ഓപ്പണറാണ്. അദ്ദേഹത്തെ ഏതൊക്കെ പൊസിഷനുകളിലാണ് ശുഭ്മാൻ ഗിൽ കളിപ്പിച്ചിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. അതായത് 1 ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു, 2 ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു. നമ്മൾ ഈ പൂച്ചയുടെ കയ്യിൽ എലിയെ കിട്ടിയ പോലെ ഒറ്റയടിക്ക് കൊല്ലില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കും. അതേ പരിപാടിയാണ് ഋതുരാജ് ഗെയ്ക്വാദിന് ആ ടീമിൽ ഗില്ല് ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഓപ്പണറായി കളിക്കേണ്ടുന്നൊരു പ്ലെയറെ 2 ഡൗൺ ഒക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കളിപ്പിക്കുകയാണ്. അതിനുശേഷം അഭിഷേക് ശർമ്മ വരുന്നു. അപ്പം അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിക്കുന്നു. തൊട്ടടുത്ത കളിയിൽ ജയ്സ്വാൾ വരുമ്പോൾ അഭിഷേക് ശർമ്മനെ താഴത്തേക്ക് ഓർഡറിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഗില്ല് അവിടെ മാറിക്കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പം ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്വന്തം ടീമിൽ ഉള്ള പ്ലെയേഴ്സിന് ഏതൊക്കെ പൊസിഷനുകളിലാണ് ശോഭിക്കാൻ കഴിയുക എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് ക്യാപ്റ്റൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അവർക്ക് ആ സ്ലോട്ട് കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ മാത്രമേ അവർക്ക് കൃത്യമായ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റൂ. അത് മനസ്സിലാക്കേണ്ടത് ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് എന്താണ് അവസാനം ഫലം ഉണ്ടായത്? അത് തനിക്ക് തന്നെ ഏത് ഓർഡറിൽ ഏത് പൊസിഷനിൽ കളിപ്പിച്ചാലും അവിടെ താൻ വളരെ ഭംഗിയായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും കളിക്കുന്നുള്ളത് അവിടെയും ഋതുരാജ് ഗെയ്ക്വാദ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ആ ടൂർണമെൻറ്റിലെ തന്നെ അല്ലെങ്കിൽ ആ സീരീസിലെ തന്നെ ഏറ്റവും ഹൈ സ്കോററായിരുന്നു ഋതുരാജ് ഗെയ്ക്വാദ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എന്തുകൊണ്ടാണ് അവസാനത്തെ, അതായത് സിംബാബ്വേക്കെതിരെയുള്ള അവസാനത്തെ മത്സരത്തിന് ഋതുരാജ് ഗെയ്ക്വാദിനെ ഡ്രോപ്പ് ചെയ്തത് അല്ലെങ്കിൽ ബെഞ്ചിലിരുത്തിയത് എന്നുള്ളതിൻ്റെ ഉത്തരം ശുഭ്മാൻ ഗില്ല് പറയേണ്ടതാണ്. കാരണം ഋതുരാജ് ഗെയ്ക്വാദ് ആ മത്സരത്തിൽ കൂടി ഇറങ്ങി കളിക്കുകയും അദ്ദേഹം നല്ലൊരു റണ്ണ് നേടുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നല്ല 99% അദ്ദേഹമാണ് ആ പരമ്പരയിലെ തന്നെ മാൻ ഓഫ് ദ സീരീസ് ആയിട്ട് മാറേണ്ടിയിരുന്നത്. അപ്പം അത് കൃത്യമായിട്ട് ശുഭ്മാൻ ഗില്ലിനും BCCIക്കും അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം മാൻ ഓഫ് ദ സീരീസ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യൻ സ്ക്വാഡ് ശ്രീലങ്കയ്ക്കെതിരെ പ്രഖ്യാപിക്കേണ്ടി വരുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെ എടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഋതുരാജ് ഗെയ്ക്വാദിനെ അവിടെ മാറ്റിയിരുത്തുന്നത്.
അപ്പോൾ അവിടെയും ഗില്ലിനോടൊരു വല്ലാത്ത ഫേവററ്റിസം BCCI കാണിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. BCCI മാത്രമല്ല, ഇപ്പം ശുഭ്മാൻ ഗില്ലാണെങ്കിൽ വളരെ ഇൻസെക്യൂർഡായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഒരു സ്ലോട്ടിലേക്ക് ഒരുപാട് മത്സരങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേ ആൾ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ തനിക്ക് കിട്ടേണ്ടുന്ന അവസരം അല്ലെങ്കിൽ തനിക്ക് ആ അവസരം കിട്ടാതെ പോകുമോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റിയുടെ ഫലമായിട്ട്, അങ്ങനെ ഒരു തോന്നലിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഋതുരാജ് ഗെയ്ക്വാദിനെ മാറ്റി നിർത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് സഞ്ജു സാംസണിൻ്റെ വിഷയത്തിലേക്ക് വരാം. സഞ്ജു സാംസണെ നമുക്കറിയാം, മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ്. അദ്ദേഹത്തെ ടീമിലെടുത്തില്ലെങ്കിൽ മലയാളികളെല്ലാവരും ചേർന്ന് BCCIയുടെ നെഞ്ചത്ത് പൊങ്കാലിടും എന്നുള്ളത് കൊണ്ടായിരിക്കണം T20I സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ODI സ്ക്വാഡിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ല. അതായത് അവസാനത്തെ ODI മത്സരത്തിൽ അദ്ദേഹം കളിക്കുമ്പം അതിൽ സെഞ്ചുറി നേടിയ താരമാണ് ഈ സഞ്ജു സാംസൺ. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ODIയിൽ സ്ഥാനം കൊടുത്തില്ല? ഈ T20യിൽ സ്ഥാനം കൊടുത്തത് പോലും മലയാളികളെ പേടിച്ചിട്ടാണെന്നുള്ളതായിരിക്കും വാസ്തവം. കാരണം ഇനി അങ്ങനെ പറയാൻ കഴിയും. കാരണം കഴിവ് നോക്കിയിട്ടോ ടാലൻറ്റ് നോക്കിയിട്ടോ ഒന്നുമല്ല BCCI ഇപ്പോൾ സ്ക്വാഡ് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് ഇത്രയും പറഞ്ഞതെന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സെഞ്ചുറിയുടെ കാര്യം പറയുമ്പോൾ അഭിഷേക് ശർമ്മയുടെ കാര്യം കൂടി ഒന്നെടുത്ത് പറയേണ്ടതുണ്ട്. 200-ലധികം സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം അന്ന് ആ സെഞ്ചുറി നേടിയത്. അപ്പം അദ്ദേഹത്തിന് ഇതിനു മുമ്പ് അങ്ങനെ വലിയ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും അദ്ദേഹത്തെ ടീമിലെടുത്തില്ല. അപ്പം ഇവർക്ക് ഈ സെഞ്ചുറി എന്ന് പറയുന്നതൊന്നും ഒരു വലിയ വിഷയമേ അല്ല. ക്രിക്കറ്റിൻ്റെ ഡെഫിനിഷൻ BCCI മൊത്തത്തിൽ അങ്ങ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുക. സെഞ്ചുറി അടിച്ചോ 50 അടിച്ചോ അതിലൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കുന്നവരെ ഞങ്ങൾ ടീമിലെടുക്കും, അതാണ് കാണിക്കുന്നത്. കാരണം ഈ സെഞ്ചുറി അടിച്ച് ആർക്കെങ്കിലും ടീമിൽ കയറാമെന്നുള്ള വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കാം. അങ്ങനെ കാരണം പറയാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാം, T20യിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി അടിച്ച ഒരേ ഒരു കളിക്കാരനേ ഉള്ളൂ, അത് ഋതുരാജ് ഗെയ്ക്വാദാണ്. അദ്ദേഹത്തെ പിന്നീട് എന്താണ് ചെയ്തത് നമുക്കറിയാം. അതായത് ODIയുടെ വേൾഡ് കപ്പ് വരുമ്പം അദ്ദേഹത്തെ നൈസായിട്ട് T20യിലേക്ക് തട്ടും. T20യിൽ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കും. അപ്പോൾ എന്ത് ചെയ്യും? T20യുടെ വേൾഡ് കപ്പ് വരുമ്പോൾ T20യിൽ നിന്ന് നേരെ വീണ്ടും ODIയിലേക്ക് മാറ്റും. അങ്ങനെ ഈ വേൾഡ് കപ്പ് കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇപ്പം അത്തരത്തിലുള്ള കളിക്കാരെ നിങ്ങൾക്ക് കളിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് തുറന്നു പറയണം. അല്ലാതെ വീണ്ടും വീണ്ടും അവരെ മോഹിപ്പിച്ചുകൊണ്ട്, അവർ ക്രിക്കറ്റിനെ പാഷനായി കണ്ട് അവരത്തരത്തിലൊരു കയറ് മോഹിച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ട് വരുന്ന ആൾക്കാരാണ്. അവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ട് അവസാനം ഒരു എന്താ പറയുക, നീതിയില്ലാത്തൊരു തരത്തിലേക്കാണ് അവരുടെ കരിയറിനെ ഇവർ കൊണ്ടുപോയി എത്തിക്കുന്നത്. കരിയറിനെ തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിക്കാവുന്ന ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് BCCI നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഗൗതം ഗംഭീർ പുതിയ കോച്ചായിട്ട് വരുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ഇന്ത്യക്കാർക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ടീമിൽ കോച്ചിനും വലിയ വിലയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു കോച്ചിനെ മാറ്റി പുതിയൊരു കോച്ച് കൊണ്ടുവരുന്നു? ഇവരുടെ ഒന്നും നിലപാടുകൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം കാണുന്നില്ല. സ്ക്വാഡുകളിലാണെങ്കിലും അതേപോലെ തന്നെ കൃത്യമായ ഫേവററ്റിസം ചില പ്ലെയേഴ്സിന് അതിൻ്റെ ആനുകൂല്യം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചുകളല്ല ഇതിൻ്റെ ഒന്നും പുറകിലെന്നുള്ളതാണ്. അപ്പോൾ BCCIയുടെ തലപ്പത്തിരിക്കുന്ന ചില ഇൻറ്റേർണൽ പൊളിറ്റിക്സ്, ചില ആളുകളെ വളർത്തിക്കൊണ്ടുവരണം, അവരെ ഒരു ബ്രാൻഡായിട്ട് ഉയർത്തിക്കാട്ടണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പോലെയാണ്. മാത്രമല്ല, നല്ല രീതിയിൽ PR വർക്ക് ആർക്കുണ്ടോ അവരെ ടീമിലേക്ക് എടുക്കാമെന്നുള്ളൊരു രീതിയിലേക്ക് BCCI മാറിക്കഴിഞ്ഞു, അതപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ വാക്ക്. ഇതിൽ മാത്രമല്ല, ഇപ്പം CSKയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാദിനെ ടീമിലെടുക്കുന്നില്ല. മുംബൈയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹർദിക് പാണ്ഡ്യയെ അദ്ദേഹത്തിനും ഇതേപോലെ അർഹത ഉണ്ടായിരുന്നിട്ടും ക്യാപ്റ്റൻസിയോ വൈസ് ക്യാപ്റ്റൻസിക്കോ പോലും പരിഗണിക്കുന്നില്ല. അപ്പം ഇതിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് BCCI ഒരു നോവലായിട്ടോ അല്ലെങ്കിൽ കഥയായിട്ടോ എഴുതി തരികയാണെന്നുണ്ടെങ്കിൽ അത് വായിച്ച് പഠിക്കാം. അതുപോലെ തന്നെയാണ് ശിവൻ ദൂബയുടെ കാര്യവും. കാരണം വേൾഡ് കപ്പ് പോലൊരു വലിയ അവസരം അദ്ദേഹത്തിന് കൊടുത്തിട്ട് അതിൽ ശോഭിക്കാൻ കഴിയാത്ത ഒരാളെ വീണ്ടും 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 ബാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ റിയാൻ പരാഗും. അപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് അത് KL രാഹുലിൻ്റെ കാര്യമാണ്. അതായത് ODIയിലെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പം KL രാഹുലായിരിക്കും ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഒരു കാട്ടുതീ പോലെ ആ വാർത്ത എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുകയും ചെയ്തു. എന്നിട്ട് സ്ക്വാഡ് വന്നപ്പം ഓക്കെ, രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസി കൊടുത്തു. എന്നാൽ വൈസ് ക്യാപ്റ്റൻസി എങ്കിലും ഈ പറയുന്ന KL രാഹുലിന് കൊടുക്കേണ്ടുന്നൊരു മാന്യത ഇവർ കാണിക്കണ്ടേ?
അതും നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത് എത്രയോ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ശുഭ്മാൻ ഗില്ലിൻ്റെ കയ്യിലാണ് വീണ്ടും കൊണ്ടുപോയി കൊടുക്കുന്നത്. കാരണം അത് ഇത് തന്നെയാണ് നമ്മുടെ എന്താ പറയുക, ഗില്ലിൻ്റെ പ്രകടനം മോശമായിരുന്നാൽ പോലും അദ്ദേഹത്തിനെ എന്താ പറയുക ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് CSKയുടെ ക്യാപ്റ്റൻ തഴയപ്പെടുന്നു, മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ തഴയപ്പെടുന്നു, ലക്നൗവിൻ്റെ ക്യാപ്റ്റൻ തഴയപ്പെടുന്നു. അപ്പം ഇതൊക്കെ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന എന്താ പറയുക ഒരു കോയിൻസിഡൻസ് മാത്രമാണെന്നുള്ളത് അങ്ങനെ ആ രീതിയിൽ വിശ്വസിക്കാൻ നമ്മളൊന്നും മണ്ടന്മാരില്ലല്ലോ. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇതിനൊക്കെ പുറകിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട് എന്നുള്ളത്. KL രാഹുൽ, ഋഷഭ് പന്ത് ഇവർ രണ്ടുപേരും ടീമിലുള്ളത് കൊണ്ടാണ് സഞ്ജു സാംസണെ ODIയിൽ ഇറക്കാത്തതെന്നാണ് പറയുന്നത്. അതായിരിക്കുമല്ലോ കാരണം 2 വിക്കറ്റ് കീപ്പേഴ്സ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ സഞ്ജുവിനെ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല, 3 പേരെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെ 2 പേരെ എടുക്കാൻ പാടൂ എന്നുള്ളതാണെങ്കിൽ പോലും കഴിഞ്ഞ കളികളിലെ പെർഫോമൻസ് ഒന്ന് വിലയിരുത്തേണ്ടതല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട നമ്മൾ ഒരു എന്താ പറയുക ടീം സെലക്ട് ചെയ്യുമ്പം ഇന്ന ആൾക്ക് അവസരം കൊടുക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഒട്ടും ലോജിക്കലി അല്ലാത്ത ചില ആളുകളെ ചില ബിംബങ്ങളായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കറക്റ്റായിട്ടുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ട് ക്രിക്കറ്റിനെ നശിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും അധികം കൊണ്ടാടപ്പെടുന്ന ഒരു സ്പോർട്സിനെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കുന്ന കാര്യമാണ് BCCI ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചോദ്യം ഇതാണ്, ഏറ്റവും അധികം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അധികം കൊണ്ടാടപ്പെടുന്ന ഒരു സ്പോർട്സിൻ്റെ അവസ്ഥ ഇന്ത്യയിൽ ഇതാണെങ്കിൽ മറ്റ് സ്പോർട്സിൻ്റെയൊക്കെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ എത്രയൊക്കെ തൊണ്ട കയറി പറഞ്ഞാലും, ഇനി ഇത് എന്നെപ്പോലെ എത്രയൊക്കെ യൂട്യൂബേഴ്സ് എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും, എത്രയൊക്കെ ക്രിക്കറ്റ് ആരാധകർ അവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കാണിച്ചാലും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പം നമ്മളിതിനൊക്കെ എതിരെ നിശബ്ദമായി ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഇവരിതൊക്കെയാണ് കാണിക്കുന്നത്. ഇനി നമ്മളുടെ ഒരു നിശബ്ദതയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇവർ ക്രിക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലരും പറയുന്നത് ഗില്ലിനെ അടുത്ത ഒരു ക്യാപ്റ്റനായിട്ട് അവരിപ്പോഴേ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ 2 പേർക്ക് 2 നീതി കൊടുക്കേണ്ട കാര്യം എന്താണ്? അഭിഷേക് ശർമ്മയും ഇതേപോലെ വളരെ എന്താ പറയുക എക്സ്പീരിയൻസ് കുറഞ്ഞ വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ കളിയുടെ രീതി നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിനൊരു നീതി, ശുഭ്മാൻ ഗില്ലിന് വേറൊരു രീതി. അതുപോലെ തന്നെ ഗെയ്ക്വാദിൻ്റെ കാര്യം വരുമ്പം ഇത് നേരെ തിരിയുകയും ചെയ്യും. ഈ സഞ്ജു സാംസണിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾ എത്രയൊക്കെ വേണമെങ്കിലും കളിച്ചോ, എന്തൊക്കെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞങ്ങൾ ടീം എടുക്കും, വേണേ കളിച്ചാൽ മതി എന്നുള്ള ഒരു തരം മനോഭാവം. ഈ മനോഭാവത്തിനെതിരെ കൃത്യമായിട്ട് എൻ്റെ പ്രതിഷേധം ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. നിങ്ങൾക്കിതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം, അതൊക്കെ എല്ലാവർക്കും. കാരണം എല്ലാവരും ക്രിക്കറ്റിനെ അല്ലെങ്കിൽ ഒരേപോലെ അല്ലല്ലോ കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു CSK ഫാനാണ്. ഞാൻ ഒരു ഫാനിസവും വെച്ചുകൊണ്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഋതുരാജ് ഗെയ്ക്വാദിനെ ടീമിലെടുത്തില്ല എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ശിവം ദൂബയ്ക്കെതിരെ ഇത്രയും വിമർശനങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ സ്പോർട്സിൽ തന്നെയാണ്. അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്, ആ സ്പിരിറ്റ് അതിൻ്റെ ഒരു മാന്യതയുണ്ട്. നമ്മൾ ജെൻറ്റിൽമാൻസ് ഗെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പോർട്സിൽ നിരക്കാത്ത കാര്യം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.